പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. 2025-26 സാമ്പത്തിക വർഷത്തിലെ മസ്റ്ററിംഗ് ജൂൺ 25-നാണ് ആരംഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡ്. അതിനാൽ ആധാർ കാർഡ് പുതുക്കേണ്ടത് അത്യാവശ്യമായ ഒന്ന് തന്നെയാണ്. ആധാർ കാർഡിലെ ഏതെങ്കിലും വിവരങ്ങൾ വ്യത്യാസമുണ്ടെങ്കിലോ പുതുക്കാനോ ഉണ്ടെങ്കിൽ ആ കാര്യം കൃത്യമായി ചെയ്യേണ്ടതാണ്. ചില സാഹചര്യത്തിൽ ബയോമെട്രിക് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കും. അതുവഴി ലഭിക്കുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞാൽ പെൻഷൻ മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതുമായിരിക്കും. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് വാർഷിക മസ്റ്ററിംഗ് നടക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി തന്നെ ഇവ പൂർത്തീകരിക്കേണ്ടതാണ്. എന്നാൽ വീടുകളിൽ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ വിവരം അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കുകയാണെങ്കിൽ അവർ വീടുകളിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്തു തരുന്നതായിരിക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷനും ലഭിക്കുന്നതിന് ഈ വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. വാർഷിക മസ്റ്ററിംഗ് ചെയ്തില്ല എങ്കിൽ പെൻഷൻ വിതരണം തടസ്സപ്പെട്ടേക്കാം. വിവിധ കാരണങ്ങളാൽ പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ ഈ വർഷം മസ്റ്ററിംഗ് ചെയ്ത ആളുകളും ഈ വരുന്ന മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. ഇത് വാർഷിക മസ്റ്ററിംഗ് ആയതുകൊണ്ടാണ് എല്ലാവരും തന്നെ ചെയ്യണമെന്ന് പറയുന്നത്. 2 മാസത്തെ കാലാവധിയുണ്ട് വാർഷിക മസ്റ്ററിംഗ് ചെയ്യുവാൻ. ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24 വരെ കാലാവധിയുണ്ട്. സമയമനുസരിച്ച് ഈ സമയത്തിനിടയിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മതിയാകും. കൂടാതെ ചില ഗുണഭോക്താക്കൾ വേറെ ജില്ലകളിലായിരിക്കും കഴിയുന്നത്. അവർ അവിടെയുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മസ്റ്ററിംഗ് ചെയ്താൽ മതി. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇവ ചെയ്യുമ്പോൾ ഫീസ് ഈടാക്കാറുണ്ട്. 30 രൂപയായിരിക്കും ഫീസ് ഈടാക്കുക. മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തീകരിക്കുമ്പോൾ ഒരു പ്രിന്റ് കിട്ടുന്നതായിരിക്കും. അവ കൃത്യമായി തന്നെ സൂക്ഷിക്കേണ്ടതുമാണ്. ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആകുന്നതുമായിരിക്കും. വാർഷിക മസ്റ്ററിംഗിന്റെ സ്റ്റാറ്റസും കാണാൻ സാധിക്കും. എല്ലാ വർഷവും നടത്തുന്ന ഒന്നാണ് വാർഷിക മസ്റ്ററിംഗ്. കഴിഞ്ഞ പ്രാവശ്യം 3200 രൂപ വീതം ലഭിച്ച എല്ലാവരും തന്നെ ഇത് കൃത്യമായി ചെയ്യേണ്ടതുമാണ്. ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്തില്ല എങ്കിൽ പെൻഷൻ തടസ്സപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലുമാണ്. ആധാർ പുതുക്കാതെ ഇരുന്നാൽ ബയോമെട്രിക്സ് തടസ്സപ്പെടാനും സാധ്യതയുണ്ട്. ആധാർ എടുത്ത് 10 കൊല്ലം കഴിയുമ്പോൾ ആധാർ പുതുക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആധാർ കാർഡുകൾ കൃത്യമായി തന്നെ പുതുക്കേണ്ടതാണ്. ആധാറിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ ഇപ്പോഴും പ്രവർത്തിക്കുന്ന നമ്പർ തന്നെയായിരിക്കണം. അതിനാൽ മൊബൈൽ നമ്പർ മാറുമ്പോഴും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ മനസ്സിലാക്കണം. ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24 വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയപരിധി. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുന്നത്. അതിനാൽ കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം സമയമാകുമ്പോൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്.